ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിക്ക് മുന്നിൽ അഭിപ്രായം പറയാതെ മുസ്ലിം ലീഗും ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രനും ലീഗ് എം പിമാരും സമിതിക്ക് മുൻപാകെ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. വിഷ്ണു ചേരുന്നു. വിഷ്ണു, ആർ.എസ്.പി. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ഈ രണ്ട് പേരും രാംനാഥ് കമ്മിറ്റിക്ക് മുന്നിൽ എന്തുകൊണ്ട് ഹാജരായില്ല, അഭിപ്രായം പറഞ്ഞില്ല? ബോധപൂർവമായ ഒഴിഞ്ഞുമാറലല്ലേ ഇത് വിഷ്ണു? ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ലീഗ് പലപ്പോഴും പാർലമെന്റിൽ സമാന തലത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുപ്രധാനമായിട്ടുള്ള ബില്ലുകളിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതടക്കം BJP-യെ സഹായിക്കുന്ന ചില സമീപനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതി 62 രാഷ്ട്രീയ പാർട്ടികളോട് അവരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. അതിൽ 32 രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിക്കുകയും 15 രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുകയും ചെയ്തു. എന്നാൽ 15 പാർട്ടികളാണ് അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറാകാഞ്ഞത്. ആ അഭിപ്രായം രേഖപ്പെടുത്താത്ത പാർട്ടികളുടെ പട്ടികയിൽ തന്നെയാണ് ആർ.എസ്.പിയും മുസ്ലിം ലീഗിന്റെയും പേരുള്ളത്. ഇരു പാർട്ടികളും ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതായത് എൻ കെ പ്രേമചന്ദ്രൻ MP അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ MP-മാരോ ഈ സമിതിക്ക് മുന്നിൽ പോകാനോ അവരുടെ യോജിപ്പോ വിയോജിപ്പോ അറിയിക്കാനോ തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് സമിതിയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഇത് BJP-യെ സഹായിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇരുവരും സ്വീകരിച്ചിരിക്കുന്നത്. കാരണം പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നത്. അത് ഈ ഉടനെ പാർലമെന്റ് അവതരിപ്പിക്കാൻ BJP-യുടെ നീക്കവുമുണ്ട്. അപ്പോൾ BJP-യുടെ പ്രഖ്യാപിത അജണ്ടയെ അനുകൂലിക്കുന്ന, മൗനമായി തന്നെ അനുകൂലിക്കുന്ന നിലപാടാണ് ഇരു പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായി തന്നെ വായിച്ചെടുക്കാനും കഴിയും. ഷമി, വിഷ്ണു, ജനാധിപത്യപരമായ ചർച്ചയിൽ രണ്ട് രീതിയിൽ നമുക്ക് അനുകൂലിക്കാം. ഒന്ന് പിന്തുണയ്ക്കാം, മറ്റൊന്ന് നിശബ്ദമായിരിക്കാം. ഇവിടെ ലീഗും അതുപോലെ തന്നെ ആർ.എസ്.പിയും BJP സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള മുദ്രാവാക്യത്തെ യഥാർത്ഥത്തിൽ അനുകൂലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമ്പോൾ ഒരാളെങ്കിൽ ഒരാൾ, രണ്ടുപേരെങ്കിൽ രണ്ടുപേർ അവരുടെ അഭിപ്രായം അതിശക്തമായി ആ കമ്മിറ്റിക്ക് മുന്നിൽ രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളോടുള്ള മുസ്ലിം ലീഗിൻ്റെയും ആർ.എസ്.പിയുടെയും കടമയാണ്. ആ കടമയാണ് അവർ ചെയ്യാതിരിക്കുന്നത്. വിഷ്ണു. ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇവർക്ക് ജനങ്ങളോട് വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അപ്പോൾ ഇത്തരം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് നിർവഹിക്കുന്ന കടമ തന്നെയാണ്. പക്ഷേ ആ കടമയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ട് മോദി സർക്കാരിനെ സഹായിക്കുന്ന നിലപാട് ആർ.എസ്.പിയും മുസ്ലിം ലീഗും സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇന്നും അത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനവും P.K. കുഞ്ഞാലിക്കുട്ടിയുടെയും അതോടൊപ്പം തന്നെ N K പ്രേമചന്ദ്രന്റെയും ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഇത്തരത്തിൽ പാണക്കാടെത്തിയ N K പ്രേമചന്ദ്രനോടക്കം മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞത് കോൺഗ്രസ് എതിർത്തിട്ടുണ്ടല്ലോ എന്നതാണ്. പക്ഷേ കോൺഗ്രസ് എതിർക്കുന്നു എന്നതിലല്ല, ഇവരുടെ പാർട്ടികൾ മുസ്ലിം ലീഗും ആർ.എസ്.പിയും എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നതാണ് ഏറ്റവും പ്രസക്തമായി ഉയർന്നു വരുന്ന ചോദ്യം. എന്തായാലും ഈ എന്തുകൊണ്ട് സമിതിക്ക് മുന്നിൽ ഹാജരായില്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിയെ അറിയിച്ചില്ല എന്നതിൽ ഇരു പാർട്ടികളും കൃത്യമായിട്ടുള്ള വിശദീകരണം തന്നെ ജനങ്ങൾക്ക് നൽകേണ്ടി വരും. ഷമി, വിഷ്ണു, വളരെ രസകരമായ ഒരു കാര്യം ഇന്ന് P.K. കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രാംനാഥ് കോവിന്ദ് സമിതി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സമിതിയാണ്, അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല, മാധ്യമങ്ങളോടൊക്കെ അല്ലെങ്കിൽ ലോ കമ്മീഷനോടൊക്കെ പറഞ്ഞാൽ മതി എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തുമാത്രം നിസ്സാരമായിട്ടാണ് ഇവർ ഓരോ വിഷയങ്ങളെയും ഈ മുസ്ലിം ലീഗും ഈ ആർ.എസ്.പിയും ഒക്കെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കുറച്ച് വോട്ട് മേടിച്ച് ദില്ലിയിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തോടോ ഈ ജനങ്ങളോടോ അവർക്ക് കാലണ പൈസയുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുകയല്ലേ? ഒരു തട്ടിക്കൂട്ട് സമിതിയാണെന്നാണ് എത്ര നിസ്സാരമായിട്ട് P.K. കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു തലമുതിർന്ന നേതാവ് പ്രതികരിക്കുന്നത്. വിഷ്ണു. ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്.
ഈ സമിതി രൂപീകരിച്ചത് മുതൽ വലിയ തലത്തിലുള്ള ചർച്ചകളും യോഗങ്ങളും ഒക്കെ തന്നെ നടന്നിരുന്നു. സമിതിക്ക് മുന്നിലേക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ സമിതിക്ക് മുന്നിലെത്തുകയും അവരുടെ വിയോജനക്കുറിപ്പും അല്ലെങ്കിൽ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്നതിലടക്കം കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രാംനാഥ് കോവിന്ദ് സമിതി തട്ടിക്കൂട്ട് സമിതി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ പോലും രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതി നൽകിയ ആ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശൈത്യകാലത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സമിതിക്ക് മുന്നിലേക്കാണ് ഈ RSPയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ നേതാക്കൾ ആ സമിതിക്ക് മുമ്പാകെ പോയി അവരുടെ അഭിപ്രായം പറയാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറി BJPയെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഷമി, തീർച്ചയായും വിഷ്ണു, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാവുകയോ അഭിപ്രായം പറയുകയോ ചെയ്യാതെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ RSPയും മുസ്ലിം ലീഗും. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.